ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് രാവിലെ തന്നെ ഹോസ്പിറ്റലിലോട്ട് പോവാണ്. ചുഞ്ചുരുവിന് പനി മാറിയെങ്കിലും ജലദോഷം ശരിക്കും മാറുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ച് ഇന്നലെ രാത്രി തന്നെ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചിട്ട് ബുക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ടോക്കൺ നമ്പർ 14 കിട്ടിയത്. ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ അടുത്ത് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ 10:30 ആകുമ്പോഴത്തേക്കും അവിടെ എത്തി. നല്ല തിരക്കായിരുന്നു. ഇപ്പോൾ എല്ലായിടത്തും പനിയും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ കുറേ നേരം ഹോസ്പിറ്റലിൽ ഇരിക്കേണ്ട വന്നു. പിന്നെ നമ്മുടെ നമ്പറൊക്കെ വിളിച്ചു, നമ്മൾ കയറി കണ്ടു. ഡോക്ടർ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു, മരുന്നൊക്കെ തന്നു. പിന്നെ അത് അമ്മയ്ക്കൊരു ചായയും ചുഞ്ചുരുവിന് ഒരു ജ്യൂസൊക്കെ മേടിച്ചു കൊടുത്തു. കുറേ നേരം അവിടെ ഇരിക്കുന്നത് വന്നാരണം തന്നെ തളർന്നു പോയായിരുന്നു. ചുഞ്ചുരു ഉറങ്ങിയതാണ്. പിന്നെ ഞാൻ ഒരുവിധം എഴുന്നേൽപ്പിച്ചു, ജ്യൂസൊക്കെ കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ജ്യൂസൊക്കെ മേടിച്ചു. ചുഞ്ചുരുവിന് പിന്നെ എപ്പോഴത്തെ പോയാലും കളിപ്പാട്ടം വേണമല്ലോ, അങ്ങനെ ഒരു കളിപ്പാട്ടമൊക്കെ മേടിച്ചിട്ടായി. പിന്നെ ചുഞ്ചുരു അത് വെച്ച് ഒരു പി ആയിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ മിഠായി ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിക്കണമായിരുന്നു. നമ്മളിപ്പം ചുഞ്ചുരുവിന് വയ്യാണ്ടായതിന് ശേഷം കൂടുതലും ഫ്രൂട്ട്സാണ് കൊടുക്കാൻ നോക്കുന്നത്. ചുഞ്ചുരുവിനാണെങ്കിൽ ഭയങ്കര മടിയാണ് ഫ്രൂട്ട്സ് കഴിക്കാനായിട്ട്. പക്ഷെ എന്നാലും ഓരോന്നൊക്കെ പറഞ്ഞ് ഫോണൊക്കെ കൊടുത്ത്, ഫോണൊന്നും ശരിക്കും കൊടുക്കാൻ പാടില്ല, എന്നാലും അതൊക്കെ കൊടുത്തിട്ട് ഫ്രൂട്ട്സ് മാക്സിമം കഴിപ്പിക്കാൻ നോക്കും. പിന്നെ അവിടെ കുറച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ മേടിച്ചു. ഞാൻ തിരിച്ച് പോരാണ്. നമ്മൾ ബസ്സിനാണ് തിരിച്ച് പോകുന്നത്. മഴ വരുന്നുണ്ടായിരുന്നു. അതിന് മുമ്പ് വീട്ടിലെത്തി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വീണ്ടും പുറത്ത് പോയായിരുന്നു. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പുറത്ത് പോയി. അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ബായ്.